തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൺ ഡ്രൈഡ് ടൊമാറ്റോ, വെയിലിൽ ഉണക്കിയ തക്കാളി എങ്ങനെ ഉണക്കിയെടുക്കാം, അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്നെല്ലാം കാണാം. സൺ ഡ്രൈഡ് ടൊമാറ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഷായ നന്നായി പഴുത്ത 70 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പ്ലം ടൊമാറ്റോയോ റോമ ടൊമാറ്റോയോ എടുക്കാം. നന്നായി വെള്ളമൊഴിച്ച് നന്നായി കഴുകണം. മാംസളമായതും കുറഞ്ഞ വിത്തുകളും ജെല്ലും ഉള്ള തക്കാളിയാണ്. ഈർപ്പം കുറവായതിനാൽ ഉണക്കാൻ നല്ലതാണ്. ഇതിനി നല്ലപോലെ കഴുകിയെടുക്കണം. ചെറിയ തക്കാളിയും ഉപയോഗിക്കാം, അത് ചെറുതായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉരുണ്ട തക്കാളിയും നമുക്ക് ഉണക്കാം. പിന്നീട് മഞ്ഞൾ വെള്ളത്തിലും കുറച്ച് സമയം ഇട്ട് വെച്ച് കഴുകുക. ഡ്രൈ ടൊമാറ്റോ ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഈ തക്കാളി മുറിച്ച് വെക്കണം. കഴുകിയ തക്കാളി ഇതുപോലെ നെടുകെ പൊളിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ഉപ്പുപൊടി വിതറണം, ഒറിഗാനോ വിതറണം. ഇത് രണ്ടും നമുക്കിടാം. ഉപ്പുപൊടി വിതറിയാൽ ഇത് ഉണക്കാനിടുമ്പോൾ അതിൽ പ്രാണികളൊന്നും വന്നിരിക്കില്ല. ഉറുമ്പോ പാറ്റകളോ ഒന്നും ഇരിക്കാതിരിക്കാനും നല്ലതാണ്. കേട് വരാതിരിക്കാനും ഉപ്പ് നല്ലതാണ്. ഇനി കുറച്ച് ഒറിഗാനോ അതിന് മുകളിൽ വിതറാം. നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വേണം ഇത് പരത്തിയിടാൻ. ഞാനിത് ടെറസിൻ്റെ മുകളിലാണ്. ഇവിടെ നല്ല വെയിലുണ്ട്. ഇതുപോലെ വിട്ട് വിട്ട് ഓരോന്നായി അടുക്കി വെക്കണം. ഉപ്പ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ വിതറി കൊടുക്കാം. ഏകദേശം ഒക്കെ പരത്തി കഴിയാറായി. ഇതാ ചെറുതാക്കി മുറിച്ച ടൊമാറ്റോയും ഇട്ടു. ഒരു 4 ദിവസമായപ്പോൾ ഇത് ഇങ്ങനെയായി. 4 മുതൽ 8-10 ദിവസം വരെ നമ്മളിത് വെയിലിനനുസരിച്ച് ഉണക്കേണ്ടി വരും.
ഒരേപോലെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇടയ്ക്ക്. അത്രയും തിക്കിൽ കടന്നിരുന്ന തക്കാളി ഇപ്പോൾ ഉണങ്ങി ഇതാ ഇത്രയും ചെറുതായിപ്പോയി. സൺഡ്രൈഡ് ടൊമാറ്റോ നമുക്ക് എയർ ഫ്രയറിലും ഇട്ട് ഉണക്കിയെടുക്കാം. ഇത് നമുക്ക് വിവിധ തരം ഭക്ഷണങ്ങളുടെ കൂടെ കൂട്ടി ഉപയോഗിക്കാം. പിസ്സ, സ്നാക്സ്, സൂപ്സ്, നിബിൾസ്, പാസ്ത, സാൻഡ്വിച്ചസ്, വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് ഇവയുടെ കൂടെയൊക്കെ ഉപയോഗിച്ചാൽ നല്ലൊരു അനുഭവമായിരിക്കും. ഫിഷ് കറിയുടെ കൂടെയൊക്കെ ഇട്ട ഓരോ ടൊമാറ്റോ പീസ് കടിക്കുമ്പോൾ നല്ലൊരു ചംചം ഫീൽ അനുഭവപ്പെടും. ബ്രെഡിൻ്റെ കൂടെയും ഇങ്ങനെ കഴിക്കാം. നമ്മളത് ഒലീവ് ഓയിലിൽ ഇട്ടും വെക്കാം. അപ്പോൾ നമ്മുടെ സൺഡ്രൈഡ് ടൊമാറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത്രയും 50 കിലോ ടൊമാറ്റോ ഉണക്കിയിട്ട് ഇത്രയാണ് കിട്ടിയത്. ഒരു 5 കിലോ ഉണ്ടാവും. സൺഡ്രൈഡ് ടൊമാറ്റോ ഇട്ട് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഉണക്കിയ തക്കാളി അരിയുക, വെളുത്തുള്ളി, ലീക്ക്, മല്ലിച്ചപ്പ് ഇവ അരിഞ്ഞു വെക്കുക. ചൂടായ പാനിലേക്ക് ബട്ടറിട്ട് ഉരുകിയാൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്കിട്ട് നന്നായി വഴറ്റുക. ബട്ടറിൽ കിടന്ന് വെളുത്തുള്ളി മൂപ്പായാൽ വഴന്നു വന്നാൽ അതിലേക്ക് കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. നമ്മളൊന്ന് വഴറ്റി വെള്ളമൊഴിച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. കട്ടയില്ലാതെ ഇളക്കിയ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, ഉണങ്ങിയ തക്കാളിയാണ് കേട്ടോ, മല്ലിച്ചപ്പ്, ലീക്ക് ഇട്ട് ഒന്ന് വേവിക്കുക. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിക്കാം. വല്ലാതെ കുറുകണ്ട. ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പാലൊഴിക്കണം. ടൊമാറ്റോ കുറച്ചൊക്കെ വേവായി. ഇനി അതിലേക്ക് കുരുമുളകും ഉപ്പ് വേണ്ടവർക്ക് ഉപ്പും ചേർക്കാം. അപ്പോൾ സൺഡ്രൈഡ് ടൊമാറ്റോ കൊണ്ട് ഇങ്ങനെയും സൂപ്പ് ഉണ്ടാക്കാം. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചൂടോടെ ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഈ ടൊമാറ്റോ കടിക്കുമ്പോഴുള്ളൊരു ഫീലോ നല്ലൊരു ഫീലാണ്. ഇത് നമുക്ക് ബ്രെഡിലും സാൻഡ്വിച്ചിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കാം. ഉണങ്ങിയ ടൊമാറ്റോ ഒന്ന് കഴുകി തുടച്ചെടുക്കണം. അതിന് വെള്ളം തിളപ്പിച്ച് വിനാഗിരി ഒഴിച്ച് ഇനി ഇത് തണുക്കണം. നല്ലൊരു ടവൽ വിരിച്ച് ഈ ആറിയ വെള്ളത്തിൽ ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെള്ളം നന്നായി ഉണക്കിയെടുക്കണം.
വിനാഗിരിയിൽ കഴുകി നനവ് മാറ്റിയ ടൊമാറ്റോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഉണങ്ങിയ ടൊമാറ്റോ ഉണക്കിയ ശേഷവും പോഷകമൂല്യം നിലനിർത്തും. ഒട്ടും പോഷകമൂല്യം നഷ്ടപ്പെടുന്നില്ല. നമ്മൾ കുപ്പിയിൽ ടൊമാറ്റോ ഇട്ടു, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇട്ടു, പിന്നെ പാസ്ലി, ഒറിഗാനോ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബേ ലീഫ് വെച്ചിങ്ങനെ വെച്ചു. പാസ്ലി ഇട്ടു, ഒറിഗാനോ ഇടാം. അതിന് ശേഷം വിർജിൻ ഒലീവ് ഓയിൽ അതിന് മുകളിലിടാം. ഇനി ഒലീവ് ഓയിൽ ആവശ്യമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. ഇതിങ്ങനെ വെച്ചാൽ പെട്ടെന്ന് കേട് വരില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്നെടുത്ത് ബ്രെഡിലോ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ നിറയെ ഒഴിക്കണം. പിന്നെ ഇത് അടപ്പിട്ട് മൂടി വെക്കാം. 2 കുപ്പിയിലും കൂടി സെറ്റ് ചെയ്യാം. ഇത് ജീരകത്തിൻ്റെ പൂവാണ്. നന്നായി മുറുക്കി അടക്കുക. എയർ ടൈറ്റ് ആവണം. 3 കുപ്പിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിങ്ങനെ പാക്കറ്റിലാക്കി നമുക്ക് സൂക്ഷിക്കാം.